അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് ജാസ്മിൻ ജോർജ്. ഞാൻ മലമ്പുഴ സെൻറ് ജോർജ് ഇടവകയിൽ നിന്നും വരുന്നു. ഞങ്ങളുടെ വീട്ടിലൊരു ജർമ്മൻ ഷെപ്പേർഡ് പട്ടീനെ വളർത്തുന്നുണ്ട്. അവന് പെട്ടെന്ന് അവൻ്റെ കൈകളുടെ വിരലുകളുടെ ഇടയിലായിട്ട് ഒരു മുറിവുണ്ടായി. അതെങ്ങനെ വന്നേ ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഓയിൽമെൻ്റൊക്കെ വെച്ച് നോക്കി, പക്ഷെ അത് മുറിവ് ഉണങ്ങുന്നുണ്ടായിരുന്നില്ല. അതുപോലെ വീട്ടിൽ നമ്മൾ പുറമേ നിന്ന് എന്തെങ്കിലും ഫുഡ് വാങ്ങിക്കഴിഞ്ഞാൽ ജസ്റ്റ് ചെറുകടികളോ അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് ആയിട്ട് എന്തെങ്കിലും മേടിച്ച് കഴിഞ്ഞാൽ അത് മമ്മിക്കും സെറ്റാവില്ല. മമ്മിക്ക് പെട്ടെന്ന് ഇങ്ങനെ വയറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, വയറിന് എരിച്ചിൽ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞങ്ങളിതുപോലെ വീട്ടിൽ കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് മേടിച്ച സമയത്ത് രാത്രിയിൽ ഞാനും അനിയത്തിയും ഞങ്ങൾ കഴിച്ചു. ചെറിയൊരു പീസ് മമ്മിക്ക് കൊടുത്തു. മമ്മി അപ്പോൾ ആദ്യം കഴിക്കാൻ കൂട്ടാക്കിയില്ല. ചെറിയൊരു പീസാണ് കഴിച്ചോന്ന് പറഞ്ഞിട്ട് മമ്മിക്ക് കൊടുത്തു. അതേപോലെ തന്നെ ഒരു ചെറിയ പീസ് ഞങ്ങൾ പട്ടിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. നൈറ്റ് ഞങ്ങൾ അങ്ങനെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ മമ്മി എന്നോട് പറഞ്ഞു, മമ്മിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, ഇന്നലെ കഴിച്ച കേക്കിൻ്റെ ആണെന്ന് തോന്നുന്നു, വയറിന് ഭയങ്കര എരിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് മമ്മി തന്നെ പറഞ്ഞു. അവനും രാവിലെ പട്ടിക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അവനും ഫുഡ് കഴിച്ചിട്ടില്ല, അവനും എന്താ പറ്റിയെന്നുള്ളത് അറിയില്ല. ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഭയങ്കര ക്ഷീണിച്ചിട്ടുണ്ട്, അവൻ ഫുഡൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങൾ മലമ്പുഴയിൽ നിന്ന് പാലക്കാടാണ് കാണിക്കുന്നത്. അപ്പോൾ ഫുഡ് പോയ്സൺ എങ്ങാനും ആണെങ്കിൽ നമ്മൾ രണ്ട് ദിവസം ഇടവിട്ട് നമ്മൾ വരേണ്ടി വരും. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ശരി സാക്ഷ്യം പറയാമെന്ന് നേർന്നാലോ എന്നിങ്ങനെ വിചാരിച്ചു. പക്ഷെ പട്ടിക്ക് വേണ്ടിയൊക്കെ സാക്ഷ്യം പറയാൻ പറ്റുമോ എന്നൊരു ഇതിൽ ഞാനിങ്ങനെ കൺഫ്യൂഷനായിരുന്നു, പറയണോ വേണ്ടയോ എന്നുള്ളതിൽ. അപ്പം പക്ഷെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, 2 ആഴ്ച മുന്നേ ഇവിടെ വന്ന സമയത്ത് ഒരു ചേച്ചി പൂച്ചയ്ക്ക് വേണ്ടി സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ പട്ടിക്ക് വേണ്ടിയല്ലല്ലോ പറഞ്ഞേക്കണത്, പൂച്ചയ്ക്ക് വേണ്ടിയല്ലേ, അപ്പോൾ പട്ടിക്ക് പറയാൻ പറ്റുമോ എന്നായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മമ്മി എനിക്ക് വാട്സപ്പിൽ ഒരു ലിങ്ക് അയച്ചു തന്നു. അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ഒരു ചേച്ചി പട്ടിക്ക് വേണ്ടി സാക്ഷ്യം പറഞ്ഞു. പക്ഷേ ഞാൻ മമ്മിയുടെ അടുത്ത് സാക്ഷ്യം പറയാനൊരു ഐഡിയ ഉണ്ടെന്നോ അങ്ങനെ ഒന്നും ഞാൻ മമ്മിയുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചാണ്. പക്ഷേ ആ സമയത്ത് തന്നെ മമ്മി എനിക്ക് വാട്സപ്പിൽ ആ ലിങ്ക് അയച്ചു തന്നു. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു ശരി ഞാൻ പറഞ്ഞേക്കാം. കാരണം വീട്ടിൽ അവനാണെങ്കിലും പട്ടിയാണെങ്കിലും നമ്മൾ കുരിശ് വരയ്ക്കാൻ നേരത്ത് പിതാവിൻ്റെ മുദ്ര വൈകുന്നേരം വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് പിതാവിൻ്റെ മുദ്രനെ വെക്കുന്ന സമയത്ത് അവൻ എവിടെ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഓടി വന്ന ഹോളിലിരുന്ന് ഈശോയുടെ രൂപം നോക്കിക്കൊണ്ടിരിക്കും. കുടുംബ പ്രാർത്ഥന കഴിയുന്നവരെയും അവൻ വേറെ എവിടെയും പോവില്ല, അവൻ നമ്മുടെ കൂടെ തന്നെ ഇരിക്കും. ഇതുപോലെ വൈകുന്നേരം 7 മണിക്ക് ആവുന്ന സമയത്ത് മമ്മി വന്നിരിക്കും കുരിശ് വരയ്ക്കാനായിട്ട്. ഞാനോ അനിയത്തിയോ എന്തെങ്കിലും ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കളിക്കുന്ന സമയത്താണെങ്കിൽ മമ്മി അവനെ പറഞ്ഞു വിടും, എടാ പോയി ചേച്ചിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ അവൻ ഓടിച്ചെന്ന് ഞങ്ങളുടെ ഇട്ടേക്കുന്ന ഡ്രസ്സെ കടിച്ച് ഞങ്ങളെ കൊണ്ടുവന്നിരുത്തും. അപ്പോൾ ഞാൻ ശരി എന്നാൽ പിന്നെ ഇവിടെ വന്ന് സാക്ഷ്യം നേർന്നേക്കാമെന്ന് ആലോചിച്ച് അവന് നെറ്റിയിൽ കുരിശ് വരയ്ക്കുന്ന ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അവന്. അപ്പോൾ കുരിശ് വരച്ച് വെഞ്ചരിച്ച് വെള്ളം കൊണ്ടുപോയി കൊടുത്ത് കുറച്ച് കഴിഞ്ഞാൽ അവന് വീണ്ടും ഫുഡ് കൊണ്ടുപോയി കൊടുത്തപ്പോൾ അവൻ ആ ഫുഡ് മൊത്തം കഴിച്ചു. അവന് അതിന് മുന്നേ ആ ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റോ ഫുഡൊക്കെ കൊടുത്തിട്ട് അവൻ കഴിക്കാതിരുന്നവനാ. ഇങ്ങനെ നേർന്ന് വെഞ്ചരിച്ച് വെള്ളമൊക്കെ കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം അവൻ ഫുഡെല്ലാം കഴിച്ചു. കൈയുടെ മുറിവുകൾ ഇപ്പോൾ ഉണങ്ങി വരുന്നുണ്ട്. യേശുവിൻ നന്ദി, യേശുവേ സ്തുതി. പട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കുരിശ് വരച്ചപ്പോൾ പട്ടിയുടെ രോഗം മാറി. പ്രാർത്ഥിക്കുമ്പോൾ നന്നായിട്ട് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് മൃഗങ്ങളും, അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതും കർത്താവിന് ഇഷ്ടപ്പെട്ട കാര്യമാണ്.